ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ഡേ വന്നിട്ട് നമുക്ക് ഒരു പ്രോഗ്രാമും നമ്മളെ കോളേജിൽ നിന്ന് കണ്ടക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്കൊരു കിടിലൻ പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം അലൈഡ് ഹെൽത്ത് സയൻസ് കാറ്റഗറിയിൽ വരുന്ന കോഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാവുന്നതാണ്. അപ്പം ആ ഒരു കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് ആർക്കും ഇതുവരെയായിട്ടും ഒരു ഫംഗ്ഷനോ പ്രോഗ്രാംസോ ഒന്നും കണ്ടക്റ്റ് ചെയ്തില്ല. ഫ്രഷേഴ്സ് ഡേ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നാണ് ആ ഒരു ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ രാവിലെ തന്നെ ഫ്രഷായി. ഇതാണ് നമ്മൾ ഇന്നത്തെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. നോർമൽ കോസ്റ്റ്യൂമാണ്. പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ സാധാ ഇടുന്ന ഡ്രസ്സ് തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. പല ആൾക്കാരും ഒന്ന് കുർത്തിയും അങ്ങനെയൊക്കെ ഇട്ട് പല കോസ്റ്റ്യൂമായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കോളേജിൽ പോയാൽ നമുക്ക് കാണാം ഒരുപാട് ആൾക്കാരെ കോസ്റ്റ്യൂംസൊക്കെ, കളർ കോഡും ഡ്രസ് കോഡും എല്ലാം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ രാവിലെ തന്നെ ഫ്രഷായി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നോർമൽ സാധാ പോലെ നമ്മൾ ബസ്സിൽ കയറിയിട്ടാണ് പോകുന്നത്. 8 മണിക്കാണ് ബസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബസ് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ബസ് കയറിയിട്ട് നമ്മൾ ദർലക്കട്ട മെയിൻ ക്യാമ്പസിൽ വെച്ചിട്ടാണ് നമുക്ക് പരിപാടി പറഞ്ഞിട്ടുള്ളത്. അവിടെ എൻതുരാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ ടൈമിൽ ഒക്കെ പോയ ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് ആണ് നമ്മളൊരു ഫംഗ്ഷൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും വലിയൊരു രസം എന്ന് പറയുന്നത് നമുക്കിനി 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമാണ്. അപ്പം ആ എക്സാമിൻ്റെ 2-3 ക്യാപ്പിലാണ് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഇവർ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ പഠിത്തത്തിലേക്കൊക്കെ ഫോക്കസ് ആക്കാനായിട്ട്. അപ്പോൾ അതാ ഫ്രണ്ട്സ്, നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഓരോരോ കോഴ്സുകൾക്കും ഓരോ സെക്ഷനുകൾക്ക് പോകുന്ന ബസ്സൊക്കെയാണ് കാണുന്നത്. അപ്പം നമുക്ക് പോകാനുള്ള ബസ്സാണ് ഈ കാണുന്നത്. 50-ാം നമ്പറുള്ള ദർലക്കട്ടേക്കുള്ള ബസ്സാണ്. അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മളിന്ന് കയറേണ്ടത്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഒരു ഏരിയ ആണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ഒരു ഹൈവേയിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരും പ്രോഗ്രാമിൻ്റെ ഒരു ത്രില്ലിലാണ്. ഒരു അരമണിക്കൂറിൽ കൂടുതലുണ്ട് നമ്മളെ ഈ ഒരു ലൊക്കേഷനിലേക്ക് എന്ന് പറയുന്നത്. നമ്മൾ മെയിൻ ക്യാമ്പസിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല എനർജിയാണ്. കാരണം ക്ലാസ് ഒന്നുമില്ല, ഒരു ഡേ ഫുൾ ഫങ്ഷനാണ്. അങ്ങനെ നമ്മൾ നേരെ അതിൻ്റെ ഒരു എൻട്രി ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും പുറകിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ചെറിയ സെക്യൂരിറ്റീൻ്റെ ഒരു കാർഡ് എന്തോ കൊടുക്കാനുണ്ട്. അപ്പോൾ ചെറിയ സംഭവം എല്ലാം കൊടുത്ത് ബസ് പുറത്തോട്ട് പോകുമ്പോൾ മുള്ളോട്ട് വരുമ്പോഴൊക്കെ അത് നമ്മളിങ്ങനെ ചെയ്യുന്നത് കാണാൻ വേണ്ടി കഴിഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ വലിയൊരു ഫുട്ബോളിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയ ഒരു സംഭവം നമ്മുടെ ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് വരുന്ന ടൈമിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഉള്ളിലേക്കൊക്കെ എൻ്റർ ചെയ്ത് ഏറ്റവും മോൾ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാം. അങ്ങനത്തെ ഫ്രണ്ട്സ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ അതെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി നമുക്ക് നേരെ ബസ്സിൽ നിന്ന് ഇറങ്ങാം. നമ്മുടെ ഡ്രൈവർ അങ്കിൾ നല്ല സെറ്റായിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മളെ ബസ്സെല്ലാം ഓട്ടിച്ചുള്ളത്. അങ്ങനത്തെ സേഫായിട്ട് നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും കളർ ഡ്രസ്സിൽ ഫുൾ അറേഞ്ചായി സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അന്ന് വന്ന സ്ഥലത്തേക്ക് തന്നെ വന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ എല്ലാം കണ്ടവർക്ക് അറിയാം, നമ്മൾ സെയിം ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മളെ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളാണ് ഫസ്റ്റ് എത്തിയിട്ടുള്ളത്. എല്ലാവരും വരുന്നേ ഉള്ളൂ. രാവിലെ തന്നെ ആയതുകൊണ്ട് പല ആൾക്കാരും ഫോട്ടോസൊക്കെ എടുക്കുന്നത് കാണാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അറേഞ്ച്മെൻറ്റ് ഉള്ളത്. എല്ലാവർക്കും ചെയറൊക്കെ ഒരുക്കി സ്റ്റേജെല്ലാം നല്ല അടിപൊളിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഫ്രണ്ട്സ്, നമ്മൾ പരിപാടി സ്റ്റാർട്ടാവാറായിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാം. എന്നിട്ട് നമ്മളെ ഫസ്റ്റ് സ്വാഗത ചടങ്ങുകളും എല്ലാ സംഭവങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ട് തന്നെ പോയിട്ടിരിക്കാം. Persistently standing firm for God, witnesses injustice, and do not let the hatred of the
ഫ്രണ്ട്സ്, എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് നമ്മൾ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരുപാട് ഡാൻസ് പ്രോഗ്രാംസ് ആണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പം ഫസ്റ്റത്തെ സ്വാഗത പ്രസംഗവും എല്ലാം കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഡാൻസ് പരിപാടീൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഉച്ചവരെ ഡാൻസിൻ്റെ പരിപാടികളും പാട്ടും അങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടികളാണ് ഉള്ളത്. ഇന്ന് ഫുള്ളും റാം വാക്ക്, ഡാൻസ്, പാട്ട് അങ്ങനത്തെ ഓരോ പരിപാടികളാണ് നമുക്ക് ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. So can I ask something about the trauma care management? Yes, sir. Why you select the trauma care management? Sir, because since my childhood, I would like to handle very high emergency. Officer, heartily welcome you, sir. And we had Mrs. Rosina, ma'am, which is the Assistant Operation Officer. Heartily welcome you, ma'am. Now, like 2023, Mr. Shah. I request Amit sir to hand over the sash. നമുക്ക് ലഞ്ച് ബ്രേക്ക് ആയിരിക്കുകയാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഹോസ്റ്റലിലാണ് നമുക്ക് ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുഡിന് നമുക്ക് ഉച്ചക്ക് ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 100 രൂപ പേയ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ അതൊന്നും നമ്മൾ ആരും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ ഇന്നത്തെ ഡേത്തെ ഫുഡ് എന്താണോ ആ സെയിം ഫുഡാണ് നമുക്ക് ഇവിടുത്തെ ഹോസ്റ്റലിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ഹോസ്റ്റലിൽ പോയിട്ട് നിന്നിട്ട് ഉച്ചക്കത്തെ ഫുഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനത്തെ ഫ്രണ്ട്സ് നമ്മൾ വേഗം തന്നെ വന്നുകൊണ്ട് വലിയ ക്യൂ ഇല്ലാണ്ട് നമുക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ വെജിറ്റബിൾ കുസ്ക പോലത്തെ സംഭവമാണ്, വെജിറ്റബിൾ ബിരിയാണി പോലത്തെ, പക്ഷേ അതിനും കറിയെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം ടേസ്റ്റിയായ നല്ല ഫുഡ് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതാ കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഉച്ചക്ക് കുറച്ച് ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ എല്ലാവരും ഫോട്ടോ സെക്ഷനും അങ്ങനത്തെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഇനി കുറച്ചൊരു ബ്രേക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ പരിപാടി നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്.
അങ്ങനത്തെ ഫ്രണ്ട്സ് വീണ്ടും നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ഫുള്ള് ഡാൻസും ആഘോഷവും കളിയൊക്കെ ആയിട്ട് ഫുൾ എൻജോയ്മെൻ്റ് ആണ്. നമ്മുടെ ഈ ഒരു ഏരിയ ഫുള്ള് എല്ലാവരും തുള്ളിക്കളിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതേപോലെ നമ്മൾ സ്റ്റേജിൽ നമ്മുടെ പരിപാടികൾ അങ്ങനെ തുടർന്ന് അങ്ങനെ കണ്ടക്റ്റ് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികളൊക്കെ നമുക്ക് കാണാം. അങ്ങനെന്താ ഫ്രണ്ട്സ് നമ്മൾ ഡാൻസിൻ്റെ പരിപാടികളും പാട്ടിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കയ്യാറായിട്ടുണ്ട്. ഫുൾ കണ്ട് എല്ലാവരും തുള്ളിക്കളി എല്ലാം തന്നെ ആയിരുന്നു. അപ്പം നമുക്ക് അടുത്തത് റാം വാക്കിൻ്റെ പരിപാടികളാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് സംഭവങ്ങളായിട്ട് ഇനി നമുക്ക് കാണാനുണ്ട്. അപ്പം നമുക്കിനി കുറച്ച് ഈ വിശേഷങ്ങളിലേക്ക് പോവാം. അങ്ങനെന്താ ഫ്രണ്ട്സ് ഇത്രയും നേരം നമ്മൾ കണ്ട നമ്മൾ ടീച്ചേഴ്സിൻ്റെ റാം വാക്കിംഗ് ആയിരുന്നു. നല്ല അടിപൊളി തന്നെ ആയിരുന്നു ടീച്ചേഴ്സിൻ്റെ റാം വാക്ക് എന്ന് പറയുന്നത്. എല്ലാ കോഴ്സിലുള്ള എല്ലാ ടീച്ചേഴ്സിനും നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു. അതേപോലെ നമ്മുടെ സാറുമാരെല്ലാം പാട്ടെല്ലാം പാടി അങ്ങനെ നമ്മുടെ ഏറ്റവും അവസാനത്തെ എൻഡിലേക്ക് ആയിട്ടുണ്ട് നമ്മൾ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഒരു പരിപാടി ഇവിടെ ഏകദേശം എൻ്റെ ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും അവസാനം വലിയൊരു എൻജോയ്മെൻ്റ് ആണുള്ളത്. അപ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റ് കൂടി കണ്ടിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ആവുന്നതാണ്. കണക്കിന് മാറ്റി എടുത്ത്
അങ്ങനത്തെ ഫ്രണ്ട്സ് പരിപാടിയൊക്കെ തകർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുന്നതാണ് ഞങ്ങൾ AOTയുടെ ബാച്ച് എന്ന് പറയുന്നത്. ഫുൾ എല്ലാവരും തന്നെ ഇതിനകത്തുണ്ട്. അങ്ങനത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിനി നേരെ ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം തന്നെ ടൈം ഏകദേശം 6 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ നമ്മളെ ഹോസ്റ്റലിലേക്കാണ് പോകുന്നത്. എല്ലാവരും നല്ല രീതിക്ക് തന്നെ തുള്ളി കളിച്ചിട്ട് ടയേർഡായിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ നമ്മളെ ഹോസ്റ്റലിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ എന്ന് വരുന്നത് നമ്മളിനി നാട്ടിലേക്ക് പോകുന്നുണ്ട് നമ്മളെ വെക്കേഷനെല്ലാം വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിലെത്തി. അപ്പോൾ നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ ഹോസ്റ്റലിലേക്ക് തന്നെ തിരിച്ചു വന്ന്. അപ്പോൾ ഒരു കിടിലൻ ഡേ ആയിരുന്നു. നല്ല രീതിക്ക് നമ്മൾ എൻജോയ് ചെയ്ത്. അപ്പോൾ അലൈഡ് ഹെൽത്തിലെ സ്റ്റുഡൻസ് നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്ത് നമുക്ക് പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.